ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ പറയുന്ന ചോദ്യത്തിന് ഉത്തരവുണ്ട്. ഇനി എന്ത് ചെയ്യണം, ഇതിനെന്താ നമ്മുടെ മുൻപിൽ ഉത്തരവാദിത്തമുണ്ട്. ആളുകൾ അവിടെ ഇന്ത്യ കുറഞ്ഞപക്ഷം ഇന്ത്യ മുഴുവൻ ശ്രദ്ധിക്കുന്നു, ഇന്ത്യയിൽ സിനിമാ പ്രവർത്തകർ ശ്രദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുകയും നമ്മൾ കുറച്ചുകൂടെ മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടിയിരിക്കും. നീന എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ ഹലോ, കോളർ എന്നത് മമ്മൂട്ടി കമ്പനിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കോളാണ്. പിന്നെ അത് ഗൗതം മേനോൻ ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ ക്യാരക്ടർ ചോദിച്ചിട്ടല്ല പോയത്. ആക്ച്വലി ഞാൻ ചെന്ന് ഇരുന്ന ദിവസം കാരോണിൽ വെച്ചാണ് ബ്രീഫ് ചെയ്തപ്പോഴാണ് ക്യാരക്ടർ അറിയാത്തത്. ഐ നോ ഗൗതം സർ പേഴ്സണലി ബിഫോർ, ബട്ട് നോട്ട് വർക്ക് ടുഗദർ. അപ്പോൾ അന്ന് കാരോണിൽ വെച്ചാണ് ക്യാരക്ടർ വരുന്നത്. അപ്പോൾ തന്നെ അതിലേക്ക് അല്ലാതെ ക്യാരക്ടർ കേട്ട് മനസ്സിലാക്കി പോയ ഒരു കോളല്ല. നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കാര്യങ്ങളെ വെച്ചിട്ട് നമുക്കൊക്കെ നന്നായിട്ട് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈയിടെയായിട്ട് ബേസിൽ കവിനെ കൂടി ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമുക്കടെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു. ചെറിയ കുട്ടി ഷെയ്ക്കൻ ന്യൂസായിട്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ വൈറലായിരുന്നു. അത് ആ യൂണിവേഴ്സിൻ്റെ ഭാഗമായിട്ട് വീഡിയോ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയുണ്ടായിരുന്നു. അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. മൈക്ക ശ്രദ്ധിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ ക്യാരക്ടർ ഒരു ഡ്രാമ ആർട്ടിസ്റ്റാണ്. ഒരു ഡ്രാമ കളിച്ചാണെന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. കൂടാതെ അത് വേറെ പറയുന്ന ഒരു സിനിമാ പ്രേമി. ചോദിച്ചിട്ടില്ല. ജിത്തു സാർ ഒരു ഉത്തരം ഓഡിയൻസിന് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് മമ്മൂക്കയുടെ വേണ്ടി വന്നത്. എന്നോട് പറഞ്ഞില്ലേ പുള്ളി എന്നോട് പറയുക. അതങ്ങനെ ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മുടെ ഒരു ആ സിനിമ മലയാള സിനിമയ്ക്കൊരു പുതുക്കൂട്ടായിട്ടുള്ള സിനിമയാണ്. നമ്മുടെ സിനിമ മലയാളത്തിൽ മാത്രമേ വരൂ. ഇവിടെ ക്രിസ്റ്റഫർ നോളനൊന്നുമില്ല. നമ്മളാകെ ചെറിയ ഭാഗമാണ്. എന്നാലും മമ്മൂക്ക പ്രൊഡ്യൂസർ കൂടിയാണല്ലോ. അപ്പോൾ മമ്മൂക്ക ഓൾറെഡി ഒരു സംശയം ചോദിക്കുമല്ലോ. സത്യം പറയാൻ ഞാൻ ചോദിച്ചില്ല. സാറിന് ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രസൻസ് അവിടെ ഉണ്ടാവുന്നത് ക്യാരക്ടർ അല്ലെങ്കിൽ വന്നു പോകുന്ന ഒരു മൊമെന്റ് ആയിരിക്കാം. ഉണ്ട് സാറെ അത് എൻജോയ് ചെയ്ത ഏത് മൊമെന്റ് ആയിരുന്നു? അല്ല, അത് ഫസ്റ്റ് ഞാൻ ഈ പ്രോപ്പറായിട്ട് ആക്ടിങ് അതിന് മുമ്പ് ഞാൻ ചെറിയൊരു എന്തെങ്കിലും ഒരു ഹീറോ പിങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യും. അതൊരു സെലിബ്രേഷൻ ആയിട്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഈ പടത്തിൽ നോക്കിയാൽ സാർ ഇങ്ങനെ ഒരു സ്ലോ മോഷൻ ഷോട്ട് നടന്നു. ഞാൻ എൻ്റെ കാർഡ് അവിടെ വേണമെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്തിട്ടതാണ്. അതാണ് എൻ്റെ സെലിബ്രേഷൻ. Sir is walking into my life.